ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ വൈകിട്ട് അടിച്ചു വാരിയതൊക്കെയാണ് കേട്ടോ. ഇന്നലെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി വെച്ചു. ഏട്ടൻ ഇടയ്ക്ക് അടിച്ചു വാരലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കുറച്ചൊക്കെ അടിച്ചൊക്കെ വാരി റെഡിയാക്കി നീറ്റാക്കിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു. നല്ല കരടുണ്ട്, പിന്നെ നല്ല മഴയും വരുന്നുണ്ട്, നല്ല പെരുമഴ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചവറൊക്കെ അടിച്ചു കളഞ്ഞാൽ പിന്നെ അത് ബാക്കിയുള്ളതല്ലേ വീഴുള്ളൂ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ കണ്ടോ റോഡിലെ നല്ല മുളയുടെ ചവറും പിന്നെ ചുറ്റിനും മരങ്ങൾ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല പണിയുള്ള വീട് തന്നെയാണ്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, മുറ്റടിക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് നന്നായിട്ടൊക്കെ ഒന്ന് മുറ്റടിച്ച് വരാന്ന് വിചാരിച്ചു. പിന്നെ വേഗം വേഗം പൊടിയില്ല, അതാണ് ഏറ്റവും നല്ല സുഖം. എന്ന് വെച്ചാൽ തലേ ദിവസം ഇപ്പൊ അടുപ്പിച്ച ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ വേനൽ മഴ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചു നേരം ഉണ്ടാവുള്ളെങ്കിലും നമുക്ക് നല്ല രസമുണ്ട്. അത് പെയ്യുന്നത് കൊണ്ട് രാത്രിയിൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ചൂടൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ആ കാരണം ഇത് അടിച്ചുകൂട്ടി ഞാൻ വെക്കാണ് കേട്ടോ. അടിച്ചുകൂട്ടി അതങ്ങ് അപ്പുറത്ത് കളയും. അപ്പൊ കോരി കൊണ്ട് വന്ന് കളയും. അങ്ങനെയാണ് എന്റെ പരിപാടികൾ. അപ്പോൾ ബക്കറ്റിലാണ് നമ്മൾ കോരി കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചു ഭാഗം അടിക്കുള്ളൂ. ഞാൻ അറ്റം വരെയൊന്നും ഞാൻ അടിച്ചു വരാറില്ല ഇപ്പൊ. അതൊക്കെ ചിലപ്പോഴേക്ക് ചെയ്യുള്ളൂ. എന്ന് വെച്ചാല് നന്നായിട്ട്, അല്ലെങ്കിൽ മണ്ണൊക്കെ ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു വഴിയാണത്. നമ്മുടെ വീട്ടിലത്തെ മണ്ണും വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് ചവറ് ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അത്രയല്ലേ അതിന്റെ മുകളിലേക്കല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മള് അതൊക്കെ അടിച്ചു വാരി അങ്ങോട്ടിട്ട് പിന്നെതാ ഇങ്ങോട്ട് വന്ന് നമ്മള് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ. അടിച്ചൊക്കെ വാരി എന്ന് വെച്ചാല് നല്ല ഇപ്പൊ ചെറ്റി, വേപ്പിന്റെ ഇല, അരിവേപ്പിന്റെ ഇല, പ്ലാവ്, മാവ്, പിന്നെ മുളയുടെ ഇല, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇലകളും നമ്മുടെ മുറ്റത്തുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു കാര്യം. ഞാനിത് അതായത് ഇന്നലെ ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രമേ അടിച്ചു വാരിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിടക്കാണ്. എന്തൊക്കെ ഭാഗങ്ങളാണെന്നോ, കുറെ സ്ഥലമുള്ള കാരണേ കുറെ ഉണ്ടാവും നമുക്ക് അടിച്ചു വാരാനൊക്കെ. അപ്പൊ പിന്നെ അടിച്ചു വാരി ഞാൻ അവിടെ എന്താന്ന് പറയാ ഫ്രണ്ട് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് വെച്ചാല് ഒരു കാർ ഷെഡിലേക്ക് നന്നായിട്ട് ചവറ് അടിച്ചു കയറി വന്നിട്ടുണ്ട്. അപ്പൊ ചൂലെടുത്ത് കൊണ്ടിട്ട് നമുക്ക് കാർ ഷെഡും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടതിന് ശേഷം മാത്രം മുറ്റത്തുനിന്ന് അടിച്ചു വാരിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ കണ്ടില്ലേ, നമുക്ക് ഒരു എളുപ്പപ്പണിയല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കാർ ഷെഡ് അന്നൊരു ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് തുടച്ചതാ കാർ ഷെഡൊക്കെ അടിച്ച് കഴുകിയതാണ്. അല്ലാതെ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബ്ലീഡിങ് നമ്മൾ എനങ്ങുമ്പോ വരുന്നത് കൊണ്ടേ അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പതാ നമ്മളെ ഹെൽത്ത് ഒക്കെ വീണ്ടെടുത്തു. നമ്മളൊന്ന് റെഡി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ നമ്മളെ ഒറ്റയ്ക്ക് നിന്ന് ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കാണിക്കാലോ. അപ്പൊ ഒരു വർക്ക് ചെയ്യാണ് എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് അപ്പൊ നമ്മള് സന്തോഷമായിട്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മുറ്റടിച്ചു വരാൻ തന്നെ ഒരു രസമാണല്ലോ നമുക്ക്. കണ്ടോ, നല്ല കാർമേഘവും നല്ല കാറ്റാണ്. ആ കാറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ പെയ്യും, മഴ ഇപ്പൊ പെയ്യും നമുക്കറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടോ, നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. കാർമേഘം ഇങ്ങനെ നീങ്ങുന്നത് കണ്ടോ. അപ്പം നമുക്കറിയാലോ മഴ വരാറായി. എന്ത് രസമല്ലേ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുമ്പോ. അങ്ങനെ ഞാൻ മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻ വേഗം റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് കിച്ചണിലേക്ക് എത്തി. വേഗം മീൻ കറിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ അതും റെഡിയാക്കാന്ന് വിചാരിച്ചു. രാത്രിയില് പിന്നെ മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് ഊണ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പം മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഇഞ്ചി ഇട്ടിട്ട് അതിൽ ഉള്ളിയോ മറ്റുള്ളതൊന്നും ചേർത്തില്ല. 2 കുടംപുളിയുടെ ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചാളയാണ് കൂട്ടാൻ വയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ മുളകിട്ടിട്ടുള്ള ഒരു ചെറിയ കറിയൊക്കെ മതി. എന്ന് വെച്ചാൽ നമുക്ക് മീൻ വറക്കുന്നുമുണ്ട് ഞാൻ. പിന്നെ രാവിലെ വെച്ച സാമ്പാറൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അതും ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കുശാലല്ലേ. നമുക്ക് മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇതിനും വലിയ കറികൾ പിന്നെ വേറെ ഉണ്ടോ. അപ്പൊ കുറച്ച് ചോറ് കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ചോറൊക്കെ ആക്കി റെഡിയാക്കാന്ന് വിചാരിച്ചു. ഏട്ടന് പിന്നെ ചോറ് എന്ന് വെച്ചാൽ ആൾക്ക് റൈസ് കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. എനിക്കും അത് തന്നെ ഇഷ്ടം. അപ്പൊ കാരണം അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ടു. പിന്നെ അതേപോലെ പിന്നെ ചട്ടി മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതാ. പിന്നെ മൂടി വെച്ച് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവൂല്ലോ. കുഞ്ഞു ചാളയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, കൂടുതൽ വറുത്ത് കഴിക്കണേക്കാൾ നല്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് മീൻകറികൾ വെക്കാം. ഞാൻ പക്ഷെ ഇന്ന് വറുക്കണത് സാമ്പാർ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻകറി ഇന്ന് ഒരു രാത്രിയിലേക്ക് എടുക്കാനല്ല, അത് ഇന്നലെ വെച്ചതാണല്ലോ. അപ്പൊ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണ്. അപ്പൊ ഇന്നൊക്കെ കഴിക്കാന്നുള്ളതിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ തേക്കുകയാണ് അവിടെ നിന്നിട്ട്. അങ്ങനെ മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് അപ്പോഴേക്കും ഇതാ നമ്മുടെ ചട്ടിയില് മീനൊക്കെ അങ്ങോട്ട് വെന്തു. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ടേസ്റ്റ് ആണ് നമുക്ക്. ഉള്ളിയുടെയും മുളകിന്റെയും ഒന്നും ഇല്ല. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക, പച്ചമുളക് ഇടുക, പിന്നെ ഇഞ്ചി ഇടുക. ഇത് മാത്രം ഇട്ടിട്ട് മീൻകറി, സാധാരണ ഒരു മീൻകറി. അപ്പൊ പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ല. അതായത് പ്രത്യേകിച്ച് അതിനുള്ളിലേക്കുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. ബാക്കി നല്ല വേറൊരു ടേസ്റ്റ്. എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിൽ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഇതാവില്ല. കണ്ട കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പാറ്റിച്ചിട്ട് നമ്മളത് ചട്ടി അങ്ങ് ഇറക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മീൻ വറുക്കാനുണ്ടേ. അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്ത് നമുക്കിന്ന് ഊണൊക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ കണ്ടോ, അത് കഴിഞ്ഞ് ഞാൻ അവിടെ റെഡിയാക്കാണ്. ഇത് ഇറക്കി വെക്കാനായിട്ടുള്ള ഇത് നമുക്ക് സാധാരണ ടൈലിലേക്ക് അങ്ങനെ ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ച് നമുക്ക് ഒന്ന് തിളച്ചു കഴിഞ്ഞാലേ, അതായത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ്. എന്നിട്ട് അതങ്ങ് മൂടി വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് അല്ലേ. അങ്ങനെതാ ഇനി നമുക്ക് മീൻ കൂടി വറുക്കാനുണ്ടേ. അപ്പൊ മീൻ കൂട്ടാനും കൂട്ടി നമുക്ക് ഊണ് കഴിക്കാം. അപ്പൊ ടാറ്റ ബൈ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ.